ഇതൊരു നടന്ന സംഭവമാണ്. 27 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് അദ്ദേഹം പ്രസിഡന്റായി. പക്ഷേ രാജ്യം വിഭജിക്കപ്പെട്ട നിലയിലായിരുന്നു. ഒരു റഗ്ബി മാച്ചിലൂടെ അയാൾ ആ രാജ്യത്തെ ഒന്നിച്ചു കൂട്ടി. നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആകുമ്പോൾ കറുത്തവർക്കും വെളുത്തവർക്കും ഇടയിൽ വലിയ പക നിലനിന്നിരുന്നു. ഈ വേർതിരിവിന്റെ അടയാളമായിരുന്നു ആ രാജ്യത്തിന്റെ നാഷണൽ റഗ്ബി ടീം സ്പ്രിംഗ് ബോക്സ്. ആ ടീമിലെ 3/4 പ്ലേയേഴ്സും വെളുത്ത വർഗ്ഗക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടീം സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ വെളുത്ത വർഗ്ഗക്കാർ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുകയും കറുത്ത വർഗ്ഗക്കാർ അതിനെ കൂക്കി വിളിക്കുകയും ചെയ്തു. ഇത് മണ്ടേല മനസ്സിലാക്കുന്നു. എന്നാൽ ആ ടീമിനെ ഇല്ലാതാക്കുന്നതിന് പകരം രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ആയുധമാക്കാൻ മണ്ടേല തീരുമാനിച്ചു. ടീം ക്യാപ്റ്റൻ ഫ്രാൻസിസിനെ വിളിച്ച് അയാൾ പറഞ്ഞു, നമുക്ക് ജയിക്കണം, കപ്പിനു വേണ്ടിയല്ല, ഈ രാജ്യത്തിനു വേണ്ടി. 1995 ലോകകപ്പ് സൗത്ത് ആഫ്രിക്ക ഒന്നുമല്ലാത്തൊരു ടീമായിരുന്നു. തോൽവികളിൽ നിന്ന് പാഠം പഠിച്ച് ആ ടീം ഫൈനലിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമായ ന്യൂസിലാൻഡിനെ നേരിടുന്നു. രാജ്യം മുഴുവൻ ശ്വാസം അടക്കി പിടിച്ച് ആ മത്സരം കണ്ടു. സൗത്ത് ആഫ്രിക്ക ലോകകപ്പ് നേടി. അന്ന് മണ്ടേല മൈതാനത്തിറങ്ങിയത് ആ ടീമിന്റെ ജേഴ്സി അണിഞ്ഞായിരുന്നു. അതൊരു വെറും സ്പോർട്സ് വിജയമായിരുന്നില്ല, ഒരു രാജ്യം ഒന്നായി മാറിയ നിമിഷമായിരുന്നു.